ഞാൻ ഡോക്ടർ പ്രശാന്ത് ജിയൽ, കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്, റോബോട്ടിക് സർജൻ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് തുടങ്ങിയ റോബോട്ടിക് സർജറിയെക്കുറിച്ചാണ്. ഇപ്പം നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യരംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ഒരു സർജറിയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് റോബോട്ടിക് സർജറി കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. പലപ്പോഴും പലരുടെയും ഒരു ധാരണയാണ് റോബോട്ടിക് ഒറ്റയ്ക്കാണോ ഈ സർജറി ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെയല്ല, റോബോട്ടിൻ്റെ സഹായത്തോടെ ഒരു സർജൻ തന്നെയാണ് ഈ സർജറി വളരെ കൃത്യതയോടെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഗൈനക്കോളജിക്കൽ സർജറികളാണ് നമുക്ക് ഇതുവഴി ചെയ്യാമെന്നുള്ളത് പരിശോധിക്കാം. പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് 1 ഹിസ്റ്ററക്ടമി, 2 മയോമെക്ടമി, അതായത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്ന സർജറി, 3 ഒവേറിയൻ സിസ്റ്റ് എൻഡോമെട്രിയോസിസ്, അതായത് ഓവറിയിൽ വരുന്ന രോഗങ്ങൾക്കുള്ള സർജറികൾ, പിന്നെ 4-മതായിട്ട് ട്യൂബൽ സർജറികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഗൈനക്കോളജിയിൽ ചെയ്യുന്ന ഒട്ടുമിക്ക സർജറികളും നമുക്ക് റോബോട്ടിൻ്റെ സഹായത്തോടെ റോബോട്ടിക് സർജറി വഴി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ്. അതിൻ്റെയും ഒരു പടി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ് റോബോട്ടിക് സർജറി. എന്തൊക്കെയാണ് റോബോട്ടിക് സർജറി കൊണ്ടുള്ള ഗുണങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് വളരെ ചെറിയ മുറിവുകൾ മാത്രമേ ശരീരത്തിൽ വരികയുള്ളൂ. പിന്നെ വളരെ കുറഞ്ഞ ആശുപത്രിവാസം. നമുക്കിപ്പോൾ ഒരു ദിവസം അഡ്മിറ്റ് ആയാലും അന്ന് സർജറി ചെയ്ത് അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പറ്റും. പിന്നെ വേദന കുറവ്, പിന്നെ അതുപോലെ തന്നെ രക്തസ്രാവത്തിനുള്ള സാധ്യത കുറവ്, പിന്നെ മുറിവുകൾക്ക് വരുന്ന അണുബാധ കുറവ്. ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും നമ്മൾ റോബോട്ടിക് സർജറി ചെയ്യുന്നത് വഴിയുണ്ട്. ഇപ്പം കൃത്യതയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ റോബോട്ടിൻ്റെ സഹായത്തോടെ നമ്മൾ സർജറി ചെയ്യുമ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ വിഷൻ വഴിയാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ശരീരത്തിലുള്ള അവയവങ്ങളും നമുക്കൊരു 10 ഇരട്ടിയോളം മാഗ്നിഫിക്കേഷനിൽ കാണാൻ പറ്റുകയും വളരെ കൃത്യതയാണ്, നമ്മൾ ലാപ്രോസ്കോപ്പിയേക്കാളും കുറച്ചുകൂടെ നല്ല കൃത്യതയായിട്ട് തന്നെ ഈ സർജറികൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോബോട്ടിക് സർജറിയുടെ ഗുണങ്ങൾ.